റവന്യൂ ജില്ലാ കലോത്സവം അതിൻ്റെ പരിസമാപ്തിയിലെത്തുന്ന ദിവസമാണ് ഇന്ന്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിൻ്റെ സംഘാടകർ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ രസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു കലാമേള നടത്തുമ്പോൾ, കലോത്സവം നടത്തുമ്പോൾ ഉത്തരവാദപ്പെട്ടവർ നിരവധിയാണെങ്കിൽ പോലും അതിൻ്റെ പ്രത്യേക ചുമതല വഹിക്കുന്ന നിരവധി പേരുണ്ട്. ഇന്ന് മലനാട് ചാനലിൻ്റെ വേദിയിൽ ബഹുമാന്യനായ DD ശശീന്ദ്രവാസ് അവർകളാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വയനാട് ജില്ലയിലെ കലോത്സവത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാന്യനായിട്ടുള്ള DD അവർകൾ ഈ വർഷം ഇതിൻ്റെ ജനറൽ കൺവീനർ തന്നെയാണ്. സർ, സ്വാഗതം. അറിയാം, മേപ്പാടി വെച്ച് നടക്കേണ്ട ഒരു കലോത്സവമായിരുന്നു. അവിടെയാണെങ്കിലും താങ്കൾക്ക് തന്നെയാണ് ചുമതല എന്നുള്ളത് മറന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്. എങ്കിൽ പോലും മേപ്പാടിയിൽ നിന്ന് നടവയിലേക്ക് ഇത്തരമൊരു മാറ്റമുണ്ടായപ്പോൾ എത്തരത്തിലായിരുന്നു അതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുള്ളത്? ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ 43ാമത് വയനാട് റവന്യൂ ജില്ലാ കലോത്സവം നടവയിലേക്ക് എത്തിയത് സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഞങ്ങളുടെ വിദ്യാഭ്യാസ സമിതി എല്ലാ വർഷവും ജൂൺ മാസത്തിൽ ഒരു വർഷത്തെ മേളകൾ, മറ്റനുബന്ധ കാര്യങ്ങളെല്ലാം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായ ഒരു സമിതി ജില്ലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ തീരുമാനിച്ചു പോകുന്നതാണ്. അങ്ങനെയാണ് മേപ്പാടിയിൽ ഈ വർഷത്തെ വൈത്തിരി സബ് ജില്ലയ്ക്കായിരുന്നു ടേൺ വന്നത്. അപ്പോൾ മേപ്പാടിയിലാണ് ഞങ്ങൾ കലോത്സവം പ്ലാൻ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഏവർക്കും അപ്രതീക്ഷിതമായി വന്നെത്തിയ ആ ദുരന്തത്തിൽ അത്തരമൊരു സാഹചര്യം അവിടെയില്ല. 2-3 വിദ്യാലയങ്ങളുടെ ക്യാമ്പസായത് മാറി. അതുകൊണ്ട് ഞങ്ങൾ വേറൊരു വെന്യൂ, സബ് ജില്ല മാറിപ്പോകരുത്, വേറൊരു വെന്യൂ വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ നടവയലുകാർ അത് ഒരു മനസ്സോടുകൂടി അവരത് ഇരുകൈകളും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് വളരെ സന്തോഷം വരുന്നൊരു കാര്യമായിരുന്നു. അതെ, അതോടൊപ്പം തന്നെ ഇത്തരമൊരു കലോത്സവം നടത്തണമെങ്കിൽ സ്കൂൾ അധികൃതരോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട നിരവധി പേരുണ്ട്. ഞാൻ ആദ്യം കാണുന്നത് നടവയൽ പ്രദേശത്തെ പൊതുജനങ്ങളുടെ സമീപനമാണ്. ആ ഒരു സമീപനം എങ്ങനെയുണ്ടായിരുന്നു? നടവയൽ നല്ല പിന്തുണയാണ്. പ്രത്യേകിച്ചൊരു ഗ്രാമാന്തരീക്ഷത്തിൽ ഉള്ള ഒരു വിദ്യാലയം, ഗ്രാമാന്തരീക്ഷം കലർന്ന നാട്, വലിയ ടൗണുകളൊന്നും ഇല്ലാത്തൊരു നാടാണ് നടവയൽ. അതേപോലെ 3 പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന ഒരു നാട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ 3 പഞ്ചായത്തുകളിലെയും ജനപ്രതിനിധികൾ, ഭരണസാരഥികൾ, അതുപോലെ ജില്ലാ പഞ്ചായത്തിൻ്റെ നമ്മുടെ MLA മാർ, ബഹുമാനപ്പെട്ട MP, എല്ലാവരുടെയും ഒരു കൂട്ടായ ഉത്തരവാദിത്വം തന്നെയാണ് ഒരു മേള എന്ന് പറയുന്നത്. ഇപ്പോൾ നടവയലിൽ എല്ലാ ജനങ്ങളും, ഇവിടുത്തെ ഓരോ വീടുകളും, ഇവിടുത്തെ ഓരോ കമ്മിറ്റികളും കയറി ഇറങ്ങിയിട്ടുണ്ട്. അവരോട് ഈ സന്ദേശം കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1.5 മാസം മുമ്പാണ് ഇതിൻ്റെ സ്വാഗത സംഘ രൂപീകരണം ഇവിടെ വെച്ച് നടന്നത്. അതിനുശേഷം അതിൻ്റെ 13 സബ് കമ്മിറ്റികളിലൂടെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. മേളയ്ക്ക് മുന്നോടിയായിട്ട് ഒരുപാട് തവണ ജനപ്രതിനിധി, ഇലക്ഷന് മുമ്പാണെങ്കിൽ ജനപ്രതിനിധികൾ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി, പിന്നീട് ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ കൂടിച്ചേർന്ന് അതിനുശേഷം ഇലക്ഷന് ശേഷം ജനപ്രതിനിധികളെ വീണ്ടും വിളിച്ചു വരുത്തിയിട്ട് എല്ലാവിധ അപ്ഡേഷനും വരുത്തി ഓരോ ദിവസവും, ഇപ്പോൾ തന്നെയാണെങ്കിൽ ഈ മേളയുടെ 5-6 ദിവസങ്ങളായിട്ട് ഓരോ ദിവസവും വൈകിട്ട് നമ്മുടെ ഓരോ കമ്മിറ്റികളുടെയും റിവ്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി ഓരോ ദിവസവും വരുന്ന മേന്മകളും പോരായ്മകളുമെല്ലാം ചർച്ച ചെയ്ത് പരിഹരിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യം തന്നെയായിരുന്നു. കാരണം വിവിധ കമ്മിറ്റികളുടെ പ്രവർത്തനമാണ് ഇതിനെ ഏകോപിപ്പിക്കുന്നത്. ആ ഒരു പ്രവർത്തനത്തിൽ എവിടെയെങ്കിലും ഒരു മാന്ദ്യത സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും കലോത്സവത്തിന് തന്നെ അത് സംഭവിക്കുന്നതാണ്. ഇപ്പോൾ എല്ലാ കമ്മിറ്റികളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്, അല്ലേ? യെസ്, 13 കമ്മിറ്റികളാണ് നമ്മൾ ഇതിനു വേണ്ടി രൂപീകൃതമായത്. പ്രോഗ്രാം കമ്മിറ്റി മുതൽ രജിസ്ട്രേഷൻ കമ്മിറ്റി, ഫിനാൻസ്, അങ്ങനെ വിവിധങ്ങളായ 13 കമ്മിറ്റികൾ. അതിന് ഒരു കൺവീനറുണ്ട്, ചെയർമാനുണ്ട്, ചെയർമാൻ ജനപ്രതിനിധിയാണ്, കൺവീനറുണ്ട്, കൺവീനർ ഒരു അധ്യാപക സംഘടനാ പ്രതിനിധിയായിരിക്കും, ജോയിൻറ്റ് കൺവീനറുണ്ട്, അത് ഈ വിദ്യാലയത്തിലെ ഒരു അധ്യാപക പ്രതിനിധിയായിരിക്കും. ഇവരും പിന്നീട് അംഗങ്ങളെയും ഒപ്റ്റ് ചെയ്തുകൊണ്ടുള്ള വിപുലമായൊരു സബ് കമ്മിറ്റികളുടെ പ്രവർത്തനം ഇവിടെ നടന്നിട്ടുണ്ട്. എല്ലാ കമ്മിറ്റികളും അതിൻ്റേതായ രീതിയിൽ വളരെ ഭംഗിയാർന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതെ, അത് നമുക്കിവിടെ ദൃശ്യമാകുന്നുമുണ്ട്. എങ്കിൽ പോലും നമുക്കെപ്പോഴും ഏതൊരു സംഘാടകരും ഇത് ഏറ്റെടുക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഫിനാൻസ് തന്നെയാണ്. അത് നമുക്ക് വലിയ പ്രശ്നമില്ലാതെ കഴിഞ്ഞു എന്ന് വിശ്വസിക്കാമല്ലോ. ഫിനാൻസ് നമുക്ക് പ്രത്യേകിച്ചും ഈ നമ്മുടെ നാട്ടിലുണ്ടായ ആ ദുരന്തത്തിന് ശേഷം സാമ്പത്തികപരമായ കാര്യങ്ങളിലെല്ലാം വളരെ പ്രയാസം അനുഭവിച്ചു വരുന്ന ഒരു സമയം തന്നെയാണിത്.
എങ്കിലും കലോത്സവം നടത്തി തീർക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണ്. നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു നിശ്ചിത വിഹിതമുണ്ട്. ആ വിഹിതം വെച്ചുകൊണ്ട് നമുക്കൊരു കലോത്സവം നടത്തുക എന്ന് പറഞ്ഞാൽ പ്രയാസകരമാണ്. ഏകദേശം ഒരു 25 ലക്ഷത്തോളം രൂപ നമുക്ക് ഈ കലോത്സവത്തിന് വേണ്ടി കാണേണ്ടതുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് വിവിധ സബ് കമ്മിറ്റികളുടെയും ഫിനാൻസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ച് വിവിധ സ്പോൺസർഷിപ്പുകൾ വഴി കണ്ടെത്തുകയാണ്. അതേപോലെ ജില്ലാ വിദ്യാഭ്യാസ സമിതിയും ഇതിൽ വളരെ നിർണായകമായൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അഡ്വാൻസ് പേയ്മെൻ്റ് എല്ലാം സമിതിയാണ് നമുക്ക് തരുന്നത്. പിന്നെ ഏതൊരു കലോത്സവവും ഇപ്പം പങ്കെടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 1-ാം സ്ഥാനം നേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഈ ഒരു കലോത്സവത്തിന് എത്തിച്ചേരുന്ന അവരോടൊപ്പമുള്ളവരുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഭക്ഷണത്തിൻ്റെ കാര്യമാണ്. ഒരുപക്ഷെ യാതൊരു വിധത്തിലുള്ള പരാതികളുമില്ലാതെ നല്ല രീതിയിലാണ് ഭക്ഷണം ക്രമീകരിച്ചത് എന്നുള്ളതാണ് പൊതുജനാഭിപ്രായം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങളിൽ ഞങ്ങൾക്കത് അനുഭവിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു സംഘാടനം എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ചും അവരായിരുന്നു അതിൽ പിന്നിലെങ്കിൽ പോലും. ഫുഡ് കമ്മിറ്റിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം നന്നായാൽ എല്ലാം നന്നായി എന്നാണ്. അപ്പോൾ ഫുഡ് കമ്മിറ്റി വളരെ ഗംഭീരമായിട്ടാണ് അവരുടെ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ളത്. നമ്മുടെ ഓഫ് സ്റ്റേജ് ഇനങ്ങൾ തുടങ്ങിയ ആദ്യ ദിവസം മുതൽ പിന്നീടുള്ള എല്ലാ ദിവസങ്ങളിലും നമ്മൾ നിശ്ചിത കൂപ്പണെല്ലാം അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും കൂപ്പണൊന്നും പരിഗണിക്കാതെ വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുത്തുകൊണ്ടാണ് കമ്മിറ്റി മുന്നോട്ട് പോയിട്ടുള്ളത്. അതേപോലെ ഓരോ വേദിയിലേക്കും വേണ്ടിയുള്ള ജഡ്ജസിനും അതേപോലെ മീഡിയ എല്ലാ വിഭാഗങ്ങളിലുള്ളവർക്കെല്ലാം കൃത്യസമയത്ത് വേണ്ട വിഭവങ്ങൾ എത്തിക്കാനും അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൃത്യമായ വളണ്ടിയേഴ്സും അതും ഒരു അധ്യാപക സംഘടനയാണ് ഓരോ കമ്മിറ്റി ഏറ്റെടുക്കുന്നത്. അപ്പോൾ വളരെ നല്ല രീതിയിലാണ് ഫുഡ് കമ്മിറ്റിയുടെ പ്രവർത്തനം ഉണ്ടായിട്ടുള്ളത്. ഫുഡ് കമ്മിറ്റിക്ക് വേണ്ടി വിഭവ സമാഹരണം ഉൾപ്പെടെയുള്ളവെല്ലാം നടത്തിയിട്ടുണ്ട്. എങ്കിലും സാമ്പത്തികം, നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തികം ഒരു ഘടകം തന്നെയാണ്. എങ്കിലും അതൊന്നും വകവയ്ക്കാതെ വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കണം എന്ന ഒരാശയമാണ്. പ്രത്യേകിച്ചും ഒരു കലോത്സവമാകുമ്പോൾ കുട്ടികളുടെ പ്രകടനമാണ്. ആ കുടുംബത്തിലുള്ള ഒരുപാട് പേർ തങ്ങളുടെ കൊച്ചുമക്കളുടെയും മകൻ്റെയും മകളുടെയും എല്ലാം പ്രകടനം കാണാൻ പറ്റും. അപ്പോൾ അവരെല്ലാം മാറ്റി നിർത്തുകയല്ല, അടുത്ത് നിർത്തിക്കൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് പോവുകയാണ് ഫുഡ് കമ്മിറ്റി ഉൾപ്പെടെ എല്ലാ കമ്മിറ്റികളും ചെയ്തിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇത്തരത്തിലുള്ള കലോത്സവങ്ങൾ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് മത്സരങ്ങൾ നടക്കുമ്പോൾ സംഘാടകർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ തലവേദനയാണ് ഈ ജഡ്ജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഈ വർഷം അത്തരത്തിലുള്ള ചെറിയ അനുരണനങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞിരുന്നു, എങ്കിൽ പോലും അത് വല്ലാതെ ബാധിച്ചിട്ടുണ്ടോ? ഇല്ല, ആ കാര്യത്തിൽ ഏറെ സന്തോഷമുള്ള ഒരു വർഷം തന്നെയാണിത്. നമ്മൾ ഈ വർഷത്തെ ജഡ്ജ്മെൻറ്റ് പാനൽ, സാധാരണ നമ്മളൊരു ജഡ്ജ്മെൻറ്റ് പാനൽ നമ്മളൊരു പാനൽ തയ്യാറാക്കി അത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അയച്ചു കൊടുത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അതിൽ കരിമ്പട്ടികയിൽ ഉൾപ്പെട്ടവരും അതേപോലെ അങ്ങനെയുള്ള ആൾക്കാരെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒരു അപ്രൂവൽ ചെയ്ത പാനലാണ് നമുക്ക് ലഭിക്കുക. ആ പാനലിൽ നമ്മൾ ജഡ്ജസിനെ ഇവിടെ എത്തിക്കുക. അപ്പോൾ ഈ വർഷം കഴിഞ്ഞ 18 വരെ ഈ ജില്ലയിൽ വന്ന് ജഡ്ജ്മെൻറ്റ് ചെയ്ത ആരെയും ഈ വർഷം നമ്മൾ വിളിച്ചിട്ടില്ല. പുതിയ ജഡ്ജസിനെയാണ് നമുക്ക് വിളിച്ചത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ജഡ്ജ്മെൻ്റായിട്ടാണ് പല മേഖലകളിലും കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളുണ്ട്. സാറ് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും 1-ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് പ്രയത്നിക്കുന്നത്. കിട്ടാതാകുമ്പോൾ ഒരു മാനസിക വിഷമം ഉണ്ടാകും. എങ്കിലും നമുക്ക് ഒരാളെ മാത്രമേ തിരഞ്ഞെടുത്ത് അടുത്ത തലത്തിലേക്ക് വരാൻ പാടുകയുള്ളൂ. ജഡ്ജസിനും കൃത്യമായ ഇൻസ്ട്രക്ഷൻ നമ്മൾ ഓരോ ദിവസവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ ഫെയർ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റാണ് നമുക്ക് വേണ്ടത്. ഏറ്റവും യോഗ്യനായ മത്സരാർത്ഥി തന്നെയായിരിക്കണം അടുത്ത തലത്തിലേക്ക് പോകേണ്ടത് എന്ന ഒരു സന്ദേശം അവർക്ക് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷം അപ്പീലുകളുടെ എണ്ണവും വളരെ കുറവ് തന്നെയാണ്. അതേതായാലും നന്നായി. പിന്നെ അത് മാത്രമല്ല, ഈ വർഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സന്തോഷമുള്ള കാര്യവുമാണ്. ഗോത്രകലകൾ 4-5 ഗോത്രകലകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അധികം സാമ്പത്തിക ഭാരമൊന്നുമില്ലാതെ വന്ന് അവതരിപ്പിക്കാവുന്ന പരിപാടിയായിട്ടാണ്. അത് മാത്രമല്ല അതിൻ്റെ ഒരു സജീവതയും അതിൻ്റെ ഒരു ദൃശ്യഭംഗിയും ഒക്കെ കാണികളെ വല്ലാതെ ആകർഷിച്ചിട്ടുമുണ്ട്. അതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു? ഈ വർഷം നമ്മുടെ കലോത്സവങ്ങളിൽ 5 ഗോത്ര ഇനങ്ങളാണ് പുതുതായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം വരെ സംസ്ഥാന തലത്തിലൊരു പ്രദർശന മത്സരമായിട്ട് ചില ഗോത്ര ഇനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം ഈ 5 ഇനങ്ങളും നമ്മുടെ കലോത്സവങ്ങളിലേക്ക് എത്തി. ഇത്ര ഗോത്ര സംസ്കൃതിയെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഇനങ്ങളാണ് ഈ 5. പ്രത്യേകിച്ചും വയനാടിൻ്റെ പണിയ നൃത്തം അതേറെ പ്രസ്താവിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ സബ് ജില്ലാതല കലോത്സവം മുതൽ നമ്മൾ പോയി കാണുകയാണെങ്കിൽ ഈ വിഭാഗത്തിൽപ്പെടുന്ന ഒരുപാട് പേർ ആ മേളയിലേക്ക് എത്തുന്നു. അവർക്കും ഈ മേളയിൽ ഒരു സ്പേസ് ഉണ്ട്, ഒരു തലമുണ്ട്, ഈ മേള ഞങ്ങളുടേത് കൂടിയാണെന്ന് മനസ്സിരുത്തി പറയാൻ അവർക്ക് കഴിയുന്നൊരു മേള കൂടിയാണ് ഇത്. ഈ 5 മേളകൾ, ഈ 5 ഇനങ്ങളിൽ 4 ഇനങ്ങളും നമ്മുടെ ജില്ലയ്ക്കുണ്ട്. ഒരു കാസർഗോഡിൻ്റെ പളിയ നൃത്തം ഒഴികെ ബാക്കിയെല്ലാം
4 ഇനങ്ങളും സംസ്ഥാനതല മത്സരത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഒരു സംശയം ചോദിക്കുകയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗോത്രകലകൾ അവതരിപ്പിക്കുന്നത് ഗോത്രവിഭാഗത്തിലെ കുട്ടികൾ തന്നെയാണോ? യെസ്, വയനാട് ജില്ലയിൽ ഗോത്ര വിഭാഗത്തിലെ പ്രത്യേകിച്ച് പണിയ നൃത്തം അവതരിപ്പിക്കുന്നത് അവർ ഈ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ മാത്രമാണ്. അവർക്ക് അതിനുള്ള മെയ്വഴക്കവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലാതെ ഈ ഗോത്രകലകളെ മറ്റ് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് കൂടി അവതരിപ്പിക്കുവാനുള്ള അനുമതിയുണ്ടോ? അതോ അനുമതിയുണ്ട്. കുട്ടികളെല്ലാം ഓപ്പൺ ടു. സ്വാഭാവികമായിട്ടുള്ളൊരു സംശയമാണ്. എല്ലാവർക്കും എല്ലാ കലകളെയും സ്വീകരിക്കാം. അത് ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർ മാത്രം അവതരിപ്പിച്ച് ഫലിപ്പിക്കേണ്ടതൊന്നല്ല. ഗോത്രകല നിലനിൽക്കണം എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത് എന്നുള്ളത് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജില്ലയിൽ 23-24% ഗോത്ര വിഭാഗം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കലകൾ അവരുടെ ജീവിതചര്യയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ പണിയ നൃത്തം പോലുള്ള കലകളിൽ നമുക്ക് മറ്റു കുട്ടികളെക്കാൾ ഇവർക്കാണ് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടതും. അതെ അതെ സാറ് വലിയ തിരക്കുള്ള സമയത്താണ് വിളിച്ചു കൊണ്ടുവന്നത്. ഒരു ചോദ്യം കൂടി ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഇതിൽ കുട്ടികൾ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന സമയത്ത് അവരുടെ ആവേശം, 1ാം സ്ഥാനം കിട്ടാനുള്ള ആവേശമൊക്കെ, പക്ഷെ അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോകുമ്പോൾ, വിജയിച്ച് തിരിച്ചു പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവർക്ക് കയ്യിൽ കിട്ടുന്ന ഒരു പുരസ്കാരം. അത് സർട്ടിഫിക്കറ്റും ഒപ്പം തന്നെ ട്രോഫിയും. അപ്പം വിവിധ കമ്മിറ്റികളെക്കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ മനസ്സിലാക്കുന്നത് വിജയിച്ചു പോകുന്ന എല്ലാ കുട്ടികൾക്കും നല്ല ട്രോഫി കൂടി നമ്മൾ കൊടുത്താണ് പോകുന്നത്. അതിൻ്റെ ഒരു രീതി എങ്ങനെയായിരുന്നു? സത്യത്തിൽ അതൊക്കെ സംഘടിപ്പിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണല്ലോ അത്. ട്രോഫി കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ട്രോഫി മറ്റു കുട്ടികൾക്കുള്ള പുരസ്കാരങ്ങളും സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം കമ്മിറ്റി വഴിയും ട്രോഫികൾ 1ാം സ്ഥാനം നേടുന്ന എല്ലാ കുട്ടികൾക്കും ട്രോഫി ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഓരോ ഇനങ്ങൾക്കും ഇൻഡിവിജ്വൽ ട്രോഫി, എവറോളിംഗ് ട്രോഫികളുമുണ്ട്. പ്രത്യേകിച്ചും ചില ഗ്രൂപ്പ് ഇനങ്ങൾക്കെല്ലാം എവറോളിംഗ് ട്രോഫികൾ നമ്മൾ കൊടുത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ കലോത്സവ തീയതിക്ക് 2 ആഴ്ച മുമ്പ് തന്നെ കഴിഞ്ഞ വർഷം കൈമാറിയിട്ടുള്ള ട്രോഫികളെല്ലാം ഇവിടെ വരുത്തുകയും അതിലെന്തെങ്കിലും മിനുക്കുപണികളോ മറ്റോ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്തുകൊണ്ട് ഈ വർഷം അരങ്ങേറുന്ന 4 പുതിയ ഇനങ്ങൾക്കും എവറോളിംഗ് ട്രോഫി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതും ഈ വർഷത്തെ ഒരു പ്രത്യേകതയായിട്ട് മാറുകയാണ്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകനാണ് മലനാട് ചാനലിൻ്റെ ഈ വേദിയിൽ എത്തിച്ചേരുകയും വലിയ സമയം നഷ്ടപ്പെടുത്താനില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും മലനാടിനോടുള്ള ആദരവ് കൊണ്ട് അദ്ദേഹം എത്തിച്ചേർന്നു. ഏതായാലും മറ്റൊരു സന്തോഷം കൂടി സാറെ ഇവിടെ ഇരുത്തിക്കൊണ്ട് പറയുകയാണ്. മലനാട് ചാനൽ എത്രയോ വർഷങ്ങളായി ഇവിടുത്തെ കലോത്സവങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ലൈവ് ചെയ്യുകയും മറ്റ് കുട്ടികൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുകയും ചെയ്യുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 4 ദിവസങ്ങളിൽ ഈ കലോത്സവം കാണാനെത്തുന്നവരും എല്ലാവരും തന്നെ നമുക്ക് ഇവിടെ ഇമേജ് നൽകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ടൊരു സമ്മാനമുണ്ട്. അതിൻ്റെ നറുക്കെടുപ്പ് ഞങ്ങൾ വളരെ സ്നേഹത്തോടെ ബഹുമാന്യനായിട്ടുള്ള DDയെ തന്നെ ക്ഷണിക്കുകയാണ്. ഇന്ന് 2 മണിക്ക്, കൃത്യം 2 മണിക്ക് അതിൻ്റെ നറുക്കെടുപ്പിന് കൂടി താങ്കൾ വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വേദിയിൽ സമയമില്ലാത്ത സമയത്ത് പോലും എത്തിച്ചേർന്നതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഓക്കെ, വളരെ സന്തോഷം സാർ. ഞാൻ ജില്ലയിൽ ഈ ചാർജിലേക്ക് വന്നത് ഇത് 2ാമത്തെ വർഷമാണ്. എൻ്റെ ജില്ലയിൽ 2ാമത്തെ മേളയാണ്. അതുകൊണ്ട് തന്നെ 2 വർഷവും മീഡിയ, പ്രത്യേകിച്ച് മലനാട് ഉൾപ്പെടെയുള്ള ചാനലുകളെല്ലാം നമ്മുടെ കുട്ടികളുടെ അവരുടെ സർഗവൈഭവത്തെ ലോകത്തിന് പ്രദർശിപ്പിച്ചു കൊടുക്കാൻ, കാണിച്ചു കൊടുക്കാൻ കാണിക്കുന്ന ആ ഉത്സാഹം, അതുതന്നെയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കുട്ടികളാണ്, അവരാണ് നാളെകളെ നമ്മളെ നയിക്കേണ്ടത്. അപ്പോൾ മലനാടിൻ്റെ ഇത്തരത്തിലുള്ള ഒരു സംരംഭം ഏറെ ശ്ലാഘനീയമാണ്. വളരെ സന്തോഷമുണ്ട് നമ്മുടെ കലോത്സവം ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ. താങ്ക് യു സാർ. താങ്ക് യു.